ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളിതാ നടന്ന് ഇങ്ങനെ പോവുകയാണ്. അല്ലേ ഫാത്തിമ? നടന്ന് ഇങ്ങനെ പോവല്ലേ? റിതു മൂക്കുണ്ടോ? കാണില്ലല്ലോ ഞാൻ. നോക്കട്ടെ. നന്നാക്കിയതല്ലേ ഞാൻ ഇറങ്ങാൻ നേരത്ത്. നമ്മളെങ്ങോട്ടാ പോണേ? എന്തിനാ പോണ ഹോമിയോക്ക്? കുംഭവേനായിട്ട് എനിക്ക് എൻ്റെ തലയിൽ എന്താ? ആരും അതിന് തന്നത്? ഉമ്മേ എപ്പോ? ഈ കൊടാകുമ്പോ കയ്യിൽ പിടിക്കണ്ടല്ലേ? എനിക്ക് ഫാത്തിമാക്ക് ഇതാ കയ്യിൽ കുട പിടിക്കണം. അപ്പോൾ ഞാൻ അവളെ എടുക്കുന്നതുകൊണ്ട് ഓക്കുള്ള കുട ചൂടാൻ പറ്റുള്ളൂ. അപ്പോൾ റിതുവിന് ആ കുട വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് മഴവെള്ളമാണ് നടക്കാം. അല്ലേ റിതു? ഓട്ടോറിക്ഷയിൽ മീമിയാ? വാ അരുവിന് എടുക്ക്. റിതുവിന് വയറുവേദന അല്ലേ റിതുവാ? റിതുവിന് വയറുവേദന ഉണ്ട്. കുംഭവേദന ഉണ്ട്. പിന്നെന്താ? ഛർദി ഉണ്ട്. ലൂസ് മോഷൻ ഉണ്ട് അല്ലേ? അപ്പം അംഗനവാടിക്ക് പറഞ്ഞു വെച്ചില്ല. അപ്പോൾ ഞാനൊന്ന് ഹോമിയോ കാണിക്കാൻ വിചാരിച്ചില്ലേ? ഹോമിയോ നമ്മളവിടെ അടുത്ത് തന്നെ അല്ലേ? കുറച്ച് നടക്കണം അല്ലേ? അപ്പോൾ ഞങ്ങൾ സ്കൂട്ടി എടുത്തില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാലോ വെച്ചിട്ട് ഞങ്ങൾ സ്കൂട്ടി എടുത്തില്ല. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ നടക്കലില്ല. സ്കൂട്ടിമ്മ അങ്ങനെ പോലായതുകൊണ്ട് നടക്കലില്ല. അപ്പം ഇന്ന് നടക്കാൻ വിചാരിച്ച്. അറിയണോ? ഇന്ന് ഇങ്ങനെ നടന്നു പോവാൻ വിചാരിച്ച്. വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹോമിയോ കാണിച്ചു തന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ പതുക്കെ നടന്ന് പോയിട്ട് വരാച്ച്. ഇങ്ങനെ കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്ത് നടന്നിട്ടില്ലേ അറിയൂ? മഴ വലിയ മഴയൊന്നുമില്ല അല്ലേ? മഴ ഇങ്ങനെ പെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയില്ല അല്ലേ ഋതുവോ? നമ്മളിങ്ങനെ പതുക്കെ പോയിട്ട് വരൂല്ലേ? മങ്കിത്തൊപ്പി ഇട്ടിക്കണേ തണുക്കാണ്ടക്കാനല്ലേ? ഡോക്ടറെ അടുത്ത് എന്താ പറയാ? കുംഭവേദന ഉണ്ട് പറയണോ? ഓ, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ കൂടെ കുറേ പോയില്ലേ? ഈ ഉമ്മീനെ കൈ പിടിച്ച് കുറേ നടന്നില്ലേ? ഉമ്മീനെ പിടിക്ക്, ഉമ്മീൻ്റെ കുപ്പായ പിടിക്ക്. ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ ഉമ്മീൻ്റെ കുപ്പായ പിടിച്ചിട്ട് നടന്നില്ലേ? അപ്പം നമുക്ക് ഓട്ടോറിക്ഷ കിട്ടായിട്ട് നമ്മളെപ്പോഴും നടന്നു പോകൂലേ? നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ എപ്പോഴും കിട്ടൂലല്ലേ? അപ്പം നമ്മളിങ്ങനെ നടന്നു പോകൂലേ? ഇപ്പം നമുക്ക് സ്കൂട്ടി ആയില്ലേ? അപ്പം നമ്മളിങ്ങനെ നടക്കലില്ലല്ലോ? എപ്പോഴും സ്കൂട്ടിയിൽ പോകൂലേ? അത് ഇത് ചെറുതാകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതിൽ കൂടെ നടന്നു പോകും. ഇവളെ കുമ്പയിലാകുമ്പോഴൊക്കെ ഞാൻ ഓനെടുത്തിട്ട് പോകൂലേ? അപ്പം നമുക്ക് ഓട്ടോറിക്ഷ ഒന്നും കിട്ടായിട്ട് നമ്മൾ എടുത്തിട്ട് പോകൂലേ? മഴ പെയ്യണ്ടല്ലോ ഋതു? മഴ വാ. ഞങ്ങൾ ഈ കയറ്റം ഇങ്ങനെ കയറി പോകണം. ഈ കയറ്റം കയറാൻ ആദ്യം ഭയങ്കര മടിയാണ്. കയറ്റത്തിൽ ഇങ്ങനെ ഋതുവിനെ കുറച്ചെടുക്കും, ഋതു കുറച്ച് നടക്കൂല. ഋതു അങ്ങനെയല്ല നമ്മൾ പോയതന്നേ. അതിനെ നടക്കുമ്പോ കുളിക്കുന്നേ ഇടക്കിടക്ക് മേലെ കയറി പോണുണ്ട് അല്ലേ? എവിടെ ഹോമിയോ? നടക്കേ ഇവിടെയാണ് ഞങ്ങൾ ഹോമിയോ. തിരിച്ചു പോകുമ്പോൾ ഇറക്കാം. അപ്പം സുഖാല ഋതുവോ? ഞങ്ങളെപ്പോഴും ഇവിടെ കാണിക്കുക. ഇങ്ങനെ പഞ്ചായത്ത് ആശുപത്രിക്കൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല അല്ലേ ഋതുവോ? ഹോമിയോയിലെത്തി. ഋതുവിൻ്റെ ചെരുപ്പ് ഊരിക്കൊടുക്കട്ടെ അല്ലേ ഋതുവോ?
ഇവിടെ വരും. വാ കാണിക്കണം. എന്താ മരുന്ന് കഴിഞ്ഞിട്ട് പോണ്ടേ? എനിക്ക് എന്ത് മരുന്ന് അവർ തരിക? എന്ത് മരുന്നാ തരിക? മധുരം ഉണ്ടായില്ലേ? തുപ്പിട്ട തുപ്പിട് തൊപ്പിട് ഇട് തലയിട്ട പൊടി വെള്ളത്തിൽ ചെന്നിട്ട് പെരേ ചെന്നിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കാനില്ല. ആ അത് വെള്ളത്തിൽ കലക്കാനാ പറഞ്ഞത്. കുഞ്ഞ ഗുളിക ഇതിലുണ്ട് കേട്ടോ. പൊടി ഇരുണ്ട്. എന്താണ് ചെറിയ ചെന്നിട്ട് വെള്ളത്തിൽ കലക്കിയിട്ടാണ്. ഞാൻ പെരുന്ന് കഴിത്തരവാ. എങ്ങട്ടാ പോണേ? അവിടെ എന്താ ഇതല്ലേ? ഇവിടെ എന്താ? ഇറങ്ങേ. ഇവിടെ എന്താണ്? കിട്ടിയോ? എന്താ നോട്ടെ? ഉണ്ടോ ചെയ്യില്ലേ? ഇതല്ലേ? പാമ്പ് ബലൂണോ? അരുവിനിക്ക് പതുക്കെ നടക്കും. മുന്നിട്ട് നോക്കിയിട്ട്. അരുവിന് നല്ല അരുവിന്. എവിടെ മുട്ടായി ഇടേ? ഈ മുട്ടായി ഇടേ. ഫാത്തിമാക്ക് കടലമുട്ടായി കിട്ടിയില്ലേ? കടയിൽ കയറുമ്പോൾ ഒരാളോട് ചോദിച്ചു ബലൂണ് വേണോന്നേ. അപ്പോൾ വേണ്ട പറഞ്ഞിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർക്ക് ബലൂണ് വേണമെന്ന്. ഇതാണ് അവസ്ഥ കടയിൽ കയറിയാൽ. ആ പാമ്പ് ബലൂണാ? ഈ വഴുക്കൽ കൂടെ നടന്നിട്ട് വികരില്ല കേട്ടോ. ആ ഈ തുറന്നേക്കാക്കാനെ നോക്കിക്കാ. നല്ല രസമുണ്ടല്ലേ നടന്നു പോവാന്. നമ്മൾ ഇറങ്ങി കഴിയാനേ. ഇപ്പം ഈ കടയിൽ നിന്ന് എനിക്ക് ബലൂൺ വാങ്ങണം. ചെറുതോ ബേക്കറി വാങ്ങണം വിചാരിച്ച് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഏതാ വാങ്ങേണ്ട അറിയണില്ല. ചെറുതോ അപ്പം നമ്മൾ ബേക്കറി വാങ്ങിയില്ല. ഒരു ക്രീം ബിസ്ക്കറ്റ് മാത്രം വാങ്ങി അല്ലേ? ഞാൻ എന്തൊക്കെ പിടിക്കണം തട്ടേ? ബലൂണിന്റെ കയ്യാ? ബലൂൺ അടിക്കാനുള്ള കയ്യാല്ലേ? എന്ത് കയ്യാണത്? ബലൂണ് പിടിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ ഒഴിവാക്കിക്കല്ലേ കള്ള? ഞാൻ നിർത്തി കടയ്ക്ക്. എനിക്ക് കണ്ണ് കാണായിട്ടാണ്. എന്തേ പൂച്ച കൊടുത്താളെ കണ്ടോ? പൂച്ച മാന്തേ കേറ്. വെള്ളമാക്കാൻ പറ്റുന്ന ബലൂണല്ല മോനത്. എൻ്റെ കയ്യിൽ നോക്കട്ടെ, കാണിച്ചോണ്ടോ? വെള്ളമാക്കാൻ പറ്റുന്ന നോക്കട്ടെ. ഉണ്ടോ? വെള്ളമാക്കാൻ പറ്റാത്ത ബലൂൺ. അരുവിന് വാ. വെള്ളമാക്കാൻ പറ്റാത്തതാണ്. വാ
ആ വെള്ളാക്കി തരാം. വേം വാ വേം വാ വേം വാ. അപ്പൊ ഈ കാക്ക ചോദിക്കുമ്പോ ഫാത്തിമ ഇങ്ങനെ മുണ്ടാണ്ട് വെക്കും. ഫാത്തിമാക്ക് അറിയില്ലല്ലോ ചോദിക്കാനില്ലേ ഫാത്തിമ? കുറച്ചും കൂടി കഴിഞ്ഞാൽ ഫാത്തിമാൻ്റെ വക ചോദ്യം, ഇക്കാക്കാൻ്റെ വക ചോദ്യം അല്ലേ? രണ്ടാക്കും വാങ്ങി വാങ്ങി രണ്ടാളെ തെറ്റലും കൊണ്ട് ഞാൻ സൈഡാവും അല്ലേ? ഉണ്ടോ ഒരാൾ ബലൂൺ വാങ്ങിയപ്പോൾ അതിൽ വെള്ളാക്കണ ബലൂണല്ലാന്ന് പറഞ്ഞിട്ട് കേൾക്കൂല അല്ലേ? മഴ പെയ്യുന്നുണ്ട്, അപ്പം ഞങ്ങൾ വേഗം പോട്ടെ അല്ലേ? അയ്യേ ഹായ് പറ, വേഗം പാറിയതു. രണ്ടിലും വെള്ളം വേണോ? ഒന്നില് വെള്ളാക്കും ഒന്നില് കാറ്റാക്കും അല്ലേ? കാലോട് പൊട്ടിച്ച് പൊട്ടിച്ചാലേ അവിടെ വെള്ളമാവില്ല നമ്മളകത്ത്. വേറെ വെള്ളാത്തല്ലേ പോത്തല്ല, പശു അല്ല പോത്താണ്. മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. കൊയങ്ങി അല്ലേ? പോയി വന്നപ്പോൾ കൊയങ്ങിയില്ലേ? പേരെ ചെന്നിട്ട് ഇനി ബലൂണ് വീർപ്പിച്ചിട്ട് കഞ്ഞി കുടിക്കൂലേ? ഫാത്തിമ, എൻ്റെ ഫാത്തിമ ഒക്കെ ശരി. ഫാത്തിമ വെള്ളാക്കണോ? മറ്റേതോ? മറ്റേത് വെള്ളത്താണ് പിടിപ്പിച്ച. പിന്നെ എത്തി പോയി വന്നേ ഇല്ല ഋതു? അങ്കലാടില്ലാണ്ട് പോയി വന്നേ. ഇതാണ് ഹോമിയോത്തെ മരുന്ന്. കാണിച്ച വേഗം പറ്റുന്നുണ്ട്. അത് ഞാൻ ഹോമിയോ തന്നെ കാണിച്ചു. ഇത് ഷെസാൻ്റെ, ഇത് ഹലാമോളത്. മരുന്നൊക്കെ കൊടുക്കണം, സെറ്റാക്കണം. പൊട്ടിക്കരുത് കേട്ടോ, നാശാക്കരുത്. മിക്സർ വാങ്ങി. ഈ മിക്സർ ചായ തിന്നാൻ നല്ല രസമായിരിക്കും, അപ്പം അത് വാങ്ങി. മാമി കോക്കോ വാങ്ങി. ഈ ബിസ്ക്കറ്റ് വാങ്ങി. കടലമുട്ടായി. ബലൂണ് വെള്ളാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഒരു സ്വൈര്യം എന്നറിയണ തരൂല. പൊട്ടോന്നൊന്നും അറിയില്ല, വെള്ളം ആക്കട്ടെ ഒരു സമാധാനത്തിന്. അത്ര വെള്ളം ആക്കുള്ളൂ കേട്ടോ. വെള്ളം ആക്കിക്കണല്ലോ നമ്മള്. വെള്ളം ആക്കില്ലേ? ഇഷ്ടായോ? പൊട്ടിക്കരുത് കേട്ടോ, കയ്യിൽ ഇങ്ങനെ പിടിച്ച് കളിച്ചോ. അടുത്ത പണി പൊട്ടിയ പിന്നെ വേറെ ബലൂൺ ഇല്ല കേട്ടോ, ഒന്നും കൂടി ഉള്ളേ. അതിന് വെള്ളം ആക്കൂല കേട്ടോ. അവിടെ ഓട്ടുണ്ട് മേലെ. നല്ല രസമുള്ള കളറല്ലേ ബലൂണ്? അത് പൊട്ടിക്കണ്ടടാ, ആക്കാനല്ലേ രസം. തട്ട് കറി അതല്ലേ ഗുളിക? അതൊരു ഗുളിക. ഇനി ഒരു ഗുളികം കൂടി ഉണ്ട് എനിക്ക്. 5 മിനിറ്റ് ഇടവിട്ട് കൊടുക്കണം. പിന്നെ ഒരു പൊടിയുണ്ട്, ആ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ സൂക്കട് മാറില്ലേ? ഞാൻ തരൂ. ഫാത്തിമ കൂട്ടില്ല ഗുളിക? ഫാത്തിമ ഇറങ്ങി പോവാണ്. ഋതുവിന് ഇഷ്ടമാണ് ഈ ഗുളിക അല്ലേ ഋതു? ആട്ട് ഒന്നും കൂടി ഉണ്ട്, ആട്ട്. രസമുണ്ടോ? സൂപ്പറാ.
ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത് കുടിക്കുക. പിന്നെ ആ പൊടിയും വെള്ളത്തിൽ കലക്കി കൊടുക്കും അല്ലേ? അപ്പോൾ വാവ് മാറൂലേ? അപ്പോൾ വാവ് ഇതാ അറിയുമ്പോൾ മാറും അല്ലേ? അപ്പം ശരി ഗായ്സ്, ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയി കാണാം അല്ലേ? അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഋതുവിൻ്റെ വയറുവേനൊക്കെ വേഗം മാറാൻ എല്ലാവരും ദുആ ചെയ്യണം അല്ലേ? ബൈ ബൈ. ഇത് 2 ആ